കുട്ടികളിലെ മൂക്കിലെ ദശയ്ക്കോ അതല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്കോ ഉള്ള സർജറിക്ക് പോകുന്നതിന് മുൻപായിട്ട് പാരൻസ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്നിട്ട് കുട്ടികളെ ഒരു ENT ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് മരുന്നുകളോ നേസൽ സ്പ്രേയോ ഒക്കെ തരാറുണ്ട്. എന്നാൽ വീണ്ടും 1-2 മാസങ്ങൾക്ക് ശേഷം ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പലപ്പോഴും പറയാറുണ്ട് ഇനി നമുക്ക് സർജറി ചെയ്യേണ്ടി വരും എന്ന്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആയിരിക്കാം പ്രധാന കാരണം. എന്നാൽ ഈ ഒരു സർജറിക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാരണം അഡിനോയിഡ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു ഗ്രന്ഥിയാണ്. പ്രത്യേകിച്ച് ഒരു 11-12 വയസ്സ് വരെയെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഇയർ ഇൻഫെക്ഷൻസ്, ത്രോട്ട് ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ വരാതിരിക്കാനായിട്ട് അഡിനോയിഡ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം ഒരു 15 വയസ്സ് വരെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ ആവശ്യം നമുക്കുണ്ട്. ഇത് കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർജറിക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കുറവില്ലെങ്കിൽ മാത്രമേ സർജറി എപ്പോഴും ഒരു ഫൈനൽ ഓപ്ഷൻ ആയിരിക്കണം.